ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്. ഇമാം ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഖുർആൻ പഠിച്ചവൻ്റെ ഐശ്വര്യത്തെ പോലെ മറ്റൊരു ഐശ്വര്യവുമില്ല. ഖുർആൻ പഠിക്കാത്തവൻ്റെ ദാരിദ്ര്യത്തിനു മേൽ മറ്റൊരു ദാരിദ്ര്യവുമില്ല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഇഹ്യാ ഉലൂമുദ്ദീനിലെ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ട ആ ചാപ്റ്ററുകളുടെ തുടക്കത്തിൽ അദ്ദേഹം ഇങ്ങനെ ഖുർആൻ പാരായണവുമായിട്ടും ഖുർആൻ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ ചേർത്തതായിട്ട് കാണാൻ കഴിയും. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഖുർആൻ പഠിക്കുന്നതിൻ്റെയും പാരായണം ചെയ്യുന്നതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾക്ക് ശേഷമാണ് അത്തരം കാര്യങ്ങൾ വരുന്നത്. അതുപോലെ അശ്രദ്ധമായി ഖുർആൻ പാരായണം ചെയ്യുന്നതിനെക്കുറിച്ച്, ഖുർആൻ പാരായണം ചെയ്യുകയും ഒരു വശത്ത് ഖുർആൻ പാരായണവും പഠനവും ഒക്കെ നടക്കുന്നു, എന്നാൽ അതേസമയം ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ ഒന്നും പ്രത്യേകിച്ച് പകർത്താതെ പോകുന്ന ആളുകൾക്കുള്ള അതിൻ്റെ ഗൗരവത്വത്തെക്കുറിച്ചും അത് എത്ര ഗുരുതരമായ പാപമാണ് എന്നതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഖുർആൻ പഠനത്തെക്കുറിച്ചുള്ള അധ്യായങ്ങൾ ആരംഭിക്കുന്നത്. പ്രധാനമായും 3 അധ്യായങ്ങളാണ് ഖുർആൻ പാരായണത്തെക്കുറിച്ചുള്ള അധ്യായങ്ങൾ വേർതിരിച്ചിട്ടുള്ളത്. ഒന്ന്, ഖുർആൻ പാരായണത്തിൻ്റെ ബാഹ്യതലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിനുശേഷം 2ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ഒരു ആന്തരികമായ തലം, ഖുർആൻ പാരായണം ചെയ്യുന്നതിൻ്റെ ആന്തരികമായ തലങ്ങളെക്കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. 3ാമത് ഖുർആൻ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് അതിൽ ശ്രദ്ധിക്കേണ്ട അതിൻ്റെ ചില അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ ബാഹ്യ തലവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. അതിൽ അദ്ദേഹം ആദ്യമായിട്ട് പറയുന്നത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിനോട് സ്വീകരിക്കേണ്ട ഒരു ആദരവിനെ കുറിച്ചാണ് അദ്ദേഹം ആദ്യമായിട്ട് പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ശുദ്ധി ഉണ്ടായിരിക്കുക എന്നുള്ളത് തന്നെയാണ്. വുളു എടുത്തുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക, അതാണ് ഏറ്റവും ശ്രേഷ്ഠകരം. എന്നാൽ അതേസമയം വുളു ഇല്ലാതെ പാരായണം ചെയ്യാൻ പാടില്ല എന്നില്ല, അത് അനുവദനീയമാണ്. ശ്രേഷ്ഠതയുടെ തലം നോക്കുമ്പോൾ വുളു എടുത്തുകൊണ്ട് ശുദ്ധിയായി ഖുർആൻ പാരായണം ചെയ്യുന്നതിനാണ് ഒന്നുകൂടി ശ്രേഷ്ഠത കൂടുതൽ എന്നുള്ളതും. അതുപോലെ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആദരവോട്, വളരെ വിനയത്തോടു കൂടിയും ആദരവോടും കൂടിയായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ തലം അദ്ദേഹം പറയുന്നത് നമസ്കാരത്തിന് വേണ്ടി അല്ലെങ്കിൽ നമസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതാണ് ഖുർആൻ പാരായണത്തിൻ്റെ തലത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത്. നമ്മൾ നമസ്കാരത്തിൽ ദീർഘമായി ഖുർആൻ പാരായണം ചെയ്യുക, നിന്നുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിൽ ആ വിനയവും ആദരവും എല്ലാം മനസ്സാന്നിധ്യവും എല്ലാം ഒന്നിച്ചു വരുന്നുണ്ടാവും. അപ്പോൾ അതിനാണ് ഖുർആൻ പാരായണത്തിൻ്റെ രീതിയിൽ ഏറ്റവും ശ്രേഷ്ഠകരം. ഇരുന്നു കൊണ്ട് പാരായണം ചെയ്യുമ്പോൾ ആ ഇരുത്തത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി ഒരാൾക്ക് കിടന്നുകൊണ്ടും പാരായണം ചെയ്യാം, കാരണം ഖുർആൻ പറയുന്നത് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ആ കിടത്തത്തിലും അതിൻ്റേതായൊരു മര്യാദയും ആദരവും ഒക്കെ പാലിച്ചുകൊണ്ട് ഒരാൾക്ക് അങ്ങനെയും പാരായണം ചെയ്യാം. അതിൻ്റെ വ്യത്യസ്ത വശങ്ങളാണ് അദ്ദേഹം ആദ്യമായി അതിൽ ചർച്ച ചെയ്യുന്നത്. 2ാമത്, ഖുർആൻ പാരായണം എത്ര ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഖുർആൻ പാരായണം ചെയ്ത് പൂർത്തിയാക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. മുൻകാലത്തെ മഹാന്മാരായ ആളുകളൊക്കെയും അവർ ഖുർആൻ പാരായണം ചെയ്ത രീതികളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ചില പണ്ഡിതന്മാരുടെയൊക്കെ അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് 3 ദിവസത്തിനുള്ളിൽ ഖുർആൻ പൂർണ്ണമായും ഓതുക എന്ന് പറയുന്നത് കറാഹത്താണ്. കാരണം 3 ദിവസത്തിനുള്ളിൽ ഖുർആൻ മുഴുവൻ ഓതുന്നവർ അത് ഗ്രഹിച്ചിട്ടല്ല ഓതുന്നത് കാരണം അത്രയും വേഗതയിൽ ഓതിപ്പോകണം, അതിൽ മനസ്സാന്നിധ്യം നഷ്ടപ്പെടും. അതുകൊണ്ട് അങ്ങനെ ഓതി തീർക്കലല്ല, കുറച്ച് ഒരാഴ്ചയെങ്കിലും അല്ലെങ്കിൽ 2 ആഴ്ച, അങ്ങനെ അദ്ദേഹം ചില പ്ലാനുകളൊക്കെ പറയുന്നുണ്ട്. 1 മാസത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നവർ ഏത് രീതിയിൽ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ അതിൽ നടത്തുന്നതായിട്ട് കാണാൻ കഴിയും. 3ാമത് അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഖുർആൻ എഴുതുന്നതിൻ്റെ ശ്രേഷ്ഠതയാണ്. അതായത് ഖുർആൻ പകർത്തി എഴുതുക എന്ന് പറയുന്നത് ശ്രേഷ്ഠകരമായൊരു കാര്യമാണെന്നും, കാരണം അള്ളാഹുവിൻ്റെ കലാമാണ്. ആ അള്ളാഹുവിൻ്റെ കലാം പകർത്തി എഴുതുന്നത് അതിൻ്റേതായ ശ്രേഷ്ഠതകളുണ്ട് എന്ന് അദ്ദേഹം അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം അതിലുള്ള ഒരു ചർച്ച എന്ന് പറയുന്നത് ഈ കുത്തും പുള്ളിയും നുക്തകൾ, അതുപോലെ തന്നെ ഹർക്കത്തുകൾ,
അത് ഇട്ടുകൊണ്ട് എഴുതാൻ പറ്റുമോ ഇല്ലേ എന്നൊരു ചർച്ചയുണ്ട്. അപ്പോൾ ചിലർ സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് അത് ഒഴിവാക്കിയിട്ട് എഴുതുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ തെറ്റാൻ സാധ്യതയുണ്ടെന്നും അത് അത്തരം കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം അതൊരു നിരോധിക്കപ്പെട്ട കാര്യമല്ല എന്നും സൂക്ഷ്മത പുലർത്തുകയാണെങ്കിൽ ഹർക്കത്തുകളും നുക്തകളും ഒക്കെ ഇട്ടിട്ട് തന്നെ അത് എഴുതാം എന്നതിനെക്കുറിച്ച് അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കരയുന്നതിനെ കുറിച്ചാണ്. കാരണം അതിൽ അദ്ദേഹം വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഖുർആൻ എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിൽ തട്ടി പാരായണം ചെയ്യേണ്ട ഒരു കാര്യമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്. അതിൽ കരയേണ്ട ഇടത്ത് നമ്മൾ കരയണം എന്നാണ്. അതിൽ സ്വാലിഹുൽ മുരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം അള്ളാഹിൻ്റെ റസൂലിനെ സ്വപ്നം കണ്ട ഒരു സംഭവം പറയുന്നുണ്ട്. സ്വപ്നത്തിൽ അദ്ദേഹം റസൂലിന് ഖുർആൻ പാരായണം ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിൽ പാരായണമുണ്ട്, കരച്ചിലെവിടെ എന്ന് ചോദിച്ചതായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇസ്രായിൽ അതിൻ്റെ തിലാവത്തിൻ്റെ സുജൂദുണ്ട്. ആ തിലാവത്തിൻ്റെ സുജൂദിൻ്റെ സമയത്ത് കരഞ്ഞുകൊണ്ട് സുജൂദ് ചെയ്യണം എന്നാണ്. അതായത് കരച്ചിൽ വരാതെ സുജൂദിലേക്ക് പോകരുതെന്നാണ്. ഇനി കണ്ണുകൾ കരയുന്നില്ലെങ്കിൽ കൽബ് ഉണ്ടെങ്കിലും കരയണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഖുർആൻ്റെ ആ കരച്ചിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പല സംഭവങ്ങളും അതുപോലെ തന്നെ പല ഹദീസുകളുമൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അതിനോട് ചേർത്ത് പറയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഖുർആനോടുള്ള ബാധ്യതകളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അതിൽ നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ അതിൽ ചേർക്കുന്നുണ്ട്, പിന്നെ ഉദുവിനെ കുറിച്ചും അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഖുർആനോടുള്ള ബാധ്യതകൾ എന്ന് പറയുന്നത് ഒന്ന് ഈ തിലാവത്തിൻ്റെ സുജൂദ് തന്നെയാണ്. അതിൻ്റേതായ സന്ദർഭത്തിൽ ആ സുജൂദ് ചെയ്യണമെന്നും ആ സുജൂദ് ചെയ്യുന്നതിൻ്റെ നിബന്ധനകളും അതിൻ്റെ രീതികളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊന്ന് തസ്ബീഹ് ചൊല്ലേണ്ട ആയത്തുകൾ വരുമ്പോൾ തസ്ബീഹ് ചൊല്ലുകയും അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ നടത്തേണ്ട ആയത്തുകൾ വരുമ്പോൾ ഇസ്തിഗ്ഫാർ നടത്തുകയും നരകത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ ആ നരകത്തിൽ നിന്ന് ശരണം തേടുകയും അള്ളാഹുവിൽ ശരണം തേടുകയും സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സ്വർഗം ചോദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുക എന്ന് പറയുന്നത് ഖുർആനോടുള്ള ഒരു അദബ്, അതിനോട് പാലിക്കേണ്ട ചില ബാധ്യതകളാണ്. ഹക്കിനെ കുറിച്ച് അദ്ദേഹം അതിൽ വിശദമായിട്ട് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഖുർആൻ പാരായണം ഉച്ചത്തിൽ പാരായണം ചെയ്യാൻ പറ്റുമോ, അതല്ല പതുക്കെയാണോ ചെല്ലേണ്ടതും എന്നതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമുക്ക് കേൾക്കാവുന്ന ഒരു ശബ്ദത്തിലാണ് ഓതേണ്ടതെന്നാണ്. നമുക്ക് പോലും കേൾക്കാത്ത രൂപത്തിലല്ല ഓതേണ്ടത്, നമുക്ക് കേൾക്കുന്ന രൂപത്തിലെങ്കിലും അതിനൊരു ശബ്ദമുണ്ടാകണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പതുക്കെ ഓതുന്നതാണ് ഉത്തമം എന്ന് അതിൻ്റെ ആദ്യ ഭാഗത്തൊക്കെ അതിനെക്കുറിച്ചുള്ള തെളിവുകളും മറ്റൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അതേസമയം ഉറക്കെയും ഓതാം, ഉറക്കെ ഓതുന്നതും ഉത്തമം തന്നെയാണ് എന്നും പറയുന്നുണ്ട്. കാരണം അതിൽ പല രീതിയിലുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു സംഭവം അദ്ദേഹം പറയുന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വളരെ പതുക്കെയായിരുന്നു ഓതിയിരുന്നതെന്നാണ്. അപ്പോൾ അതിൻ്റെ കാരണം അത് റിയാ ഭയപ്പെട്ടുകൊണ്ടാണെന്നാണ്. അതായത് ഉറക്കെ ഓതുമ്പോൾ മറ്റുള്ളവർ കേൾക്കുന്നു, അപ്പോൾ മറ്റുള്ളവർ ഖുർആൻ പാരായണക്കാരനാണ് എന്ന് വിചാരിക്കുമോ, അപ്പോൾ റിയാ, അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു റിയാ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അദ്ദേഹം പതുക്കെ ഓതട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു ഉറക്കെയായിരുന്നു ഓതിയിരുന്നതെന്നാണ്. അതിന് അദ്ദേഹത്തിൻ്റെ ഒരു ന്യായം എന്ന് പറയുന്നത് ആ ഖുർആൻ ഓതുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടി ഓതാനുള്ളൊരു പ്രചോദനമാവുന്ന, അതിലേക്ക് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്ന അവസ്ഥകളുണ്ടാവും. അപ്പോൾ അതിൻ്റേതായ നന്മ ഉണ്ട്. അപ്പോൾ ഉറക്കം ഓതുമ്പോൾ അതിൻ്റേതായ നന്മകളുണ്ടെങ്കിൽ ഉറക്കം ഓതുന്നതാണ് നല്ലത്. അതേസമയം മറ്റുള്ളവർക്ക് ശല്യമാകുന്ന രൂപത്തിലോ നമസ്കാരക്കാർക്ക് പ്രയാസമാകുന്ന രൂപത്തിലോ ഉറക്കം ഓതരുത് എന്നാണ്. അതേസമയം മറ്റുള്ളവർ കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും അതുപോലെ തന്നെ അവരുടെ മനസ്സിലേക്ക് ഖുർആൻ ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറക്കം ഓതുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന രീതിയിലും അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചതാണ് എന്നും അദ്ദേഹം ചേർക്കുകയാണ്. മറ്റൊന്ന് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഖുർആൻ പാരായണത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചാണ്. ഈണത്തോടുകൂടി ഖുർആൻ പാരായണം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ടല്ലോ, സയ്യിനുൽ ഖുർആന ബി അസ്വാത്തിക്കും, നിങ്ങൾ ഖുർആനിനെ നിങ്ങളുടെ ശബ്ദം കൊണ്ട് മനോഹരമാക്കുക. അപ്പോൾ മനോഹരമായ ശബ്ദത്തിൽ ഖുർആൻ പാരായണം ചെയ്യുക, അതുപോലെ തന്നെ ഈണത്തോടു കൂടി ഖുർആൻ പാരായണം ചെയ്യുക, ഇതൊക്കെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണെന്നും അപ്പോൾ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന സഹാബിമാരുടെ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് മറ്റുള്ളവർ കേട്ട് നിന്നതിനെക്കുറിച്ചൊക്കെയും, പ്രത്യേകിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വളരെ മനോഹരമായി ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു സഹാബിയായിരുന്നു.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്ക് അദ്ദേഹത്തോട് ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി പറയും. ഒരിക്കൽ അദ്ദേഹത്തെ വിളിച്ചിട്ട് പാരായണം ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ശ്രുതി മധുരമായിട്ട് ഖുർആൻ പാരായണം ചെയ്യുകയാണ്. സൂറത്തുൻ നിസാ ആണ്. ആ സൂറത്തുൻ നിസായിലൂടെ ഇങ്ങനെ പാരായണം ചെയ്ത് ഒരു ആയത്തോതിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് മതി എന്ന് പറഞ്ഞു, നിർത്താൻ വേണ്ടി പറഞ്ഞു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് അള്ളാഹിൻ്റെ റസൂലിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പോൾ ഒടുവിലായി ഓതി വെച്ച ആയത്ത് ഇങ്ങനെയായിരുന്നു: ഫകൈഫ ഇദാ ജിഅ്നാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഅ്നാ ബിക അലാ ഹൗലാഹി ഷഹീദ. ഓരോ സമൂഹത്തിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ ആ സമൂഹത്തിലെ കുറ്റവാളികൾക്കെതിരെ സാക്ഷി പറയുന്നൊരു സമയമുണ്ട്. നിന്റെ ഉമ്മത്തിലെ കുറ്റവാളികൾക്കെതിരെ നീ സാക്ഷി നിൽക്കേണ്ടി വരുന്ന അവസരത്തെക്കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ എന്ന് പറയുന്നൊരായത്താണ്. ആ ആയത്തെത്തിയപ്പോൾ അള്ളാഹിൻ്റെ റസൂല് അഭിമുഖീകരിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയും റസൂല് കരയുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ഇങ്ങനെ മനോഹരമായ ഖിറാത്തുകൾ ഉണ്ടാകുമ്പോൾ നമ്മളതിലേക്ക് ശ്രദ്ധിക്കും, അതിൻ്റെ ആശയത്തിലേക്ക് ചെല്ലും. അപ്പോൾ അത് ഏറ്റവും പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമായിട്ട് അദ്ദേഹം പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഖുർആനിൻ്റെ ബാഹ്യതലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അധ്യായം വളരെ വിശദമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഖുർആൻ പാരായണത്തിൻ്റെ എല്ലാ അദബുകളും പാലിച്ചുകൊണ്ട് അത് പാരായണം ചെയ്യുവാനും അങ്ങനെ ഖുർആനിൻ്റെ അഹ്ലുകാരായി മാറാനുമൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.